എൻ്റെ പേര് ജോഷി ജോസഫ് എന്നാണ്. ഞാൻ 2006 കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് ജൂനിയറിൽ. അപ്പോൾ മിസ്റ്റർ എറണാകുളം, മിസ്റ്റർ കേരള, അതൊക്കെ 2007 ടൈറ്റിൽ മിസ്റ്റർ എറണാകുളം, മിസ്റ്റർ കേരള അടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് 2023-24 മത്സരങ്ങളിൽ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ, എറണാകുളം, കേരള, ഓപ്പൺ കേരള, അങ്ങനെ എല്ലാ 5 മത്സരങ്ങളിലും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാനൊരു ഫുട്ബോളറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലെഗ്സ് കുറച്ചും കൂടി സെറ്റാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ജിമ്മിൽ പോയത്. അങ്ങനെ അവിടെ ചെന്ന് വർക്കൗട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫുട്ബോളിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഒരു 5 വർഷത്തോളം നോർമൽ വർക്കൗട്ടിലൂടെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ കോമ്പറ്റീഷൻ സ്റ്റേജിലോട്ട് വന്നു. പവർഫുള്ളായിട്ടൊരു മാനിന് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് സ്റ്റാമിന ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിപ്പോൾ വർക്കൗട്ടിലായാലും ലൈഫിലായാലും സ്റ്റാമിന ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാമിന നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ബോഡി യൂസിങ്ങിൻ്റെ ഇതനുസരിച്ചിരിക്കും. നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുക, നല്ല സപ്ലിമെൻറ്റ്സിൻ്റെ അതിൻ്റെ അനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സുകൾ എടുക്കുക, പിന്നെ മാക്സിമം നമ്മളുടെ ബോഡീനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റാമിന ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം നമുക്ക് സ്റ്റാമിന അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുക. ബോഡി മാക്സിമം യൂസ് ചെയ്യുക. ഡു ഓർ ഡൈ എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. നമ്മളുടെ ബോഡീനെ മാക്സിമം യൂസ് ചെയ്യുക. എന്നിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റാമിന എന്നുള്ള ഇതിലെ കോൺസെപ്റ്റിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നല്ലൊരു ശതമാനം നമ്മൾ പുഷ് ചെയ്യാനായിട്ട് സപ്ലിമെൻറ്റ്സ് സാധിക്കും. പക്ഷേ പല സപ്ലിമെൻറ്റ്സിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായാലും ഇത് യൂസ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യണത്. പക്ഷേ ഇത് പിന്നീട് ഇത് വളരെ പ്രശ്നമാണ് നമ്മളുടെ ബോഡിക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ പലരോടും പറയാറുണ്ട്. ഇപ്പോൾ ആ വക അത് ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് അത് കഴിയുമ്പോഴത്തേക്കും എവരി ആക്ഷൻ എന്നുള്ള ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ അത് ഉറപ്പായിട്ട് അതിലുണ്ടാവും. ഇന്നേവരെ നാച്ചുറലായിട്ട് അങ്ങനെയുള്ള ഒരു സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ആരും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓജൂസെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2 ആഴ്ചയോളം ഞാനിപ്പോൾ യൂസ് ചെയ്യണം. അതിൽ തന്നെ എനിക്കൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്റ്റാമിന ലെവലായാലും എൻ്റെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇതായാലും എൻ്റെ ടോട്ടലി ഉള്ള ഒരു ഇതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കമ്പനി നമ്മളോട് അവകാശപ്പെടുന്നത് 26 വർഷമായിട്ട് ഈ കമ്പനി നിലവിലുള്ളതാണ്. ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്ക് അവരുടെ ഇതിലുള്ളതാണ്. പിന്നെയുള്ളത് ഇവർക്ക് പല പ്രോഡക്ട്സിനുണ്ട്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഇതിലെല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇവരുടെ കയ്യിൽ ഇത് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇവർ കമ്പനി പ്രത്യേകമായി അവകാശപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ആയില്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Ojusit capsules energize the natural way.